മക്കളെ, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ റൂം വൃത്തിയാക്കാനായിട്ട് ഒരു മാസം സമയം തരികയാണ്, ഒരു ദിവസവും സമയം തരികയാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കണം? ഒരു മാസം സമയം തരികയാണെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കാം? ഇഷ്ടം പോലെ സമയമുണ്ട്, ചെയ്യാം, ഇനി അങ്ങോട്ട് കിടക്കയില്ലേ സമയം, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ലേ? പക്ഷെ കൃത്യമായിട്ടും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ മാത്രം ഞാൻ തരികയാണെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കേ. തീ പോലെ നിങ്ങൾ നിൽക്കത്തില്ലേ? കൃത്യമായിട്ടും ആ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും, ശരിയല്ലേ? യെസ്, അതുപോലെയാണ് ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ്. അതായത് ഗ്രൂപ്പ് ഡി എക്സാം ഡേറ്റ് വന്നേക്കാണ്. നവംബർ 17 മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു, ഡിസംബർ വരെയാണ് എക്സാം ഉള്ളത്. അപ്പൊ നമ്മൾ പഠിക്കാത്തവരാണെങ്കിൽ, ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ആദ്യം നന്നായിട്ട് പഠിച്ചിട്ട് പിന്നീട് താന്നവരാണെങ്കിൽ, ഇപ്പൊ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഓക്കെ, ഇനി നമ്മുടെ മുമ്പിൽ സമയമുണ്ടോ, നമ്മളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നതും. അവിടെ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും, നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. കാരണം എന്താണെന്നറിയോ? ഇപ്പൊ ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസി എത്രയാണെന്നറിയോ? ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസി 32,000 പ്ലസ് വേക്കൻസിയാണ്. അതായത് നിലവിൽ 72,000-ഓളം ഒഴിവുകളുണ്ട്. അതിൽ 32,000 വേക്കൻസിയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ബാക്കിയുള്ള വേക്കൻസി ഉയരാനും നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, SSC, CGL, CHSL, MGS, SSC, GD അങ്ങനെയുള്ള എല്ലാ പരീക്ഷകളുടെ വേക്കൻസി കൂടെ ചേർത്താലും ഈ ഗ്രൂപ്പ് ഡിയുടെ അത്ര വേക്കൻസി എത്തത്തില്ല. ഈ 32,000 അല്ലെങ്കിൽ 40,000 വേക്കൻസിയിലോട്ട് ഒരിക്കലും വരത്തില്ല. മക്കളെ, ഈ ഗ്രൂപ്പ് ഡിയിൽ നിങ്ങളുടെ സാധ്യത എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്ലൈ ചെയ്തേക്കുന്ന 250 ഒരാൾക്ക് ജോലിയാണ്. നമ്മളിപ്പോ ബാക്കി എക്സാംസ് എടുക്കുകയാണെങ്കിൽ SSC, CGL ഞാൻ എടുക്കുകയാണ്, അപ്ലൈ ചെയ്തേക്കുന്ന 10,000 ഒരാൾക്ക് ജോലി. CHSലും അതുപോലെ തന്നെയാണ്. ഈവൻ PSCയുടെ LD ക്ലർക്ക് എടുക്കുകയാണെങ്കിൽ പോലും അപ്ലൈ ചെയ്തേക്കുന്ന 1000 ഒരാൾക്ക് ജോലിയാണ്. അവിടെയാണ് ഗ്രൂപ്പ് ഡിയുടെ ചാൻസ് വരുന്നത്. അപ്ലൈ ചെയ്തേക്കുന്ന, നിങ്ങൾ ചെന്നൈ ആണ് അപ്ലൈ ചെയ്തേക്കുന്നതെങ്കിൽ അപ്ലൈ ചെയ്തേക്കുന്ന 250 ഒരാൾക്ക് ജോലി. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ അപ്ലൈ ചെയ്തേക്കുന്ന 250 ആൾക്കാരും പഠിക്കുന്ന ആൾക്കാരാണോ? അല്ല. ഇതിൽ എത്ര ശതമാനം ആൾക്കാർ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ? വളരെ കുറവാണ്. ഇവൻ നിങ്ങൾ നിങ്ങളുടെ കേസ് തന്നെ എടുത്തു നോക്കിയേ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടോടാ? ഓക്കെ, ഞാനത് ചോദിക്കുന്നില്ല, വിട്ടേക്കാം. അപ്പൊ അവിടെ സാധ്യത പിന്നെയും കൂടെയാണ്. അപ്പൊ അവിടെ പഠിക്കുന്ന ഒരു 25 ഒരാൾക്ക് ജോലിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. മാത്രമല്ല, ഇത് ഫിസിക്കൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര പേർക്ക് ഫിസിക്കൽ ഓടിയെടുക്കാൻ പറ്റും? കുറവായിരിക്കും, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഒരു സ്റ്റാമിനയുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും ഉറപ്പിച്ചോടാ, ഇതിന്റെ പുറത്ത് നിങ്ങൾ എഫേർട്ട് കൊടുത്തോ, അതിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ഇനി ഒരുപാട് ആൾക്കാർ പറയും, ഗ്രൂപ്പ് ഡി അല്ലേ, ഏറ്റവും താഴെയുള്ള പോസ്റ്റ് അല്ലേ, ഇതിന് നമ്മൾ പോവേണ്ട ആവശ്യമുണ്ടോ? അവിടെ മക്കളെ, നമ്മൾ ചിന്തിക്കാം, പുതിയ പേ കമ്മീഷൻ നെക്സ്റ്റ് ഇയർ വരുമ്പോൾ അവിടെ നിങ്ങളുടെ സാലറി എത്രയായിരിക്കും എന്നറിയോ? ഏറ്റവും ചുരുങ്ങിയത് 40,000 പ്ലസ് ആയിരിക്കും സാലറി. ഒന്നോർക്കാം, ഇവിടെ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സാലറി വന്നിട്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന വെറും 36,000 37,000 ആയിരിക്കും. അവിടെ നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് മുതൽ തന്നെ ഏതാണ്ട് 40,000 പ്ലസ് നിങ്ങൾക്ക് സാലറി മേടിക്കാം. മാത്രമല്ല, മറ്റൊരു സാധ്യതയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാവരും ഈ എക്സാം എഴുതണമെന്നില്ല, കിട്ടിയാൽ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല. അതിന്റെ റീസൺ എന്താണെന്നറിയാം? ഇതിനകത്ത് ജോലി ഇച്ചിരി പാടാണ്. മാത്രമല്ല, നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമേ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ചെന്നൈ ആയിക്കോട്ടെ, അല്ലെങ്കിൽ തൃശ്ശി ആയിക്കോട്ടെ, അവിടെയാണ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത്. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അങ്ങോട്ട് പോവേണ്ടി വരും. എല്ലാവരും അങ്ങോട്ട് വില്ലിംഗ്നെസ്സും കൊടുക്കത്തില്ല. അപ്പോൾ അവിടെ NJD കൂടാനുള്ള സാധ്യതയും എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി സിലബസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു സിലബസ് ആണ്. അതായത് SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അവിടെ 10ാം ക്ലാസ് നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ. അവിടെ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ റീസണിംഗ് 30 മാർക്ക്, മാത്സ് വന്നിട്ട് 25 മാർക്ക്, സയൻസ് 25 മാർക്ക്, GK കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ്. അവിടെ മാത്സ് എടുക്കുകയാണെങ്കിൽ 17 ടോപ്പിക്ക് മാത്രമേ വരുന്നുള്ളൂ. റീസണിംഗ് ആണെങ്കിൽ 15 ടോപ്പിക്കുകൾ മാത്രമേ വരുന്നുള്ളൂ. ദെൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്താൽ 24 ടോപ്പിക്കുകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ കുഞ്ഞു സിലബസ് ആണ്. നമുക്ക് ഇനി ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും, എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കാം. ഇത് കളഞ്ഞിട്ട് ബാക്കിയുള്ള എക്സാമിനെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരോട് മക്കളെ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എടാ, ഇത്രയും വലിയൊരു അവസരം കളഞ്ഞിട്ട്, ഇത്രയും വലിയൊരു ചാൻസ് കളഞ്ഞിട്ട് നിങ്ങൾ ഏത് എക്സാമിനാണ് ചേസ് ചെയ്യാൻ പോകുന്നത്? ഏതിനുണ്ട് ഇത്ര വലിയ വേക്കൻസി, ഇത്ര അധികം സാധ്യതകൾ, പ്രൊമോഷൻ ചാൻസ് ബാക്കിയെല്ലാം കുറവാണ്. അപ്പോ ഇവിടെ ഒരു 3 മാസം നിങ്ങൾ എഫേർട്ട് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ, അടുത്ത വർഷം നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് മാറും. പക്ഷെ അവിടെ നമുക്ക് വേണ്ട എന്താണ്? എഫേർട്ട് കൊടുക്കാനുള്ള ഒരു മനസ്സ് മാത്രമാണ്. സോ നിങ്ങൾ എഫേർട്ട് കൊടുക്കാൻ തയ്യാറാണോ? 3 മാസം കുത്തിയിരുന്ന് പഠിക്കാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിലും എല്ലാം സെറ്റ് ആവണം. അപ്പൊ അവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കൊരു വലിയ ലക്ഷ്യമുണ്ടായിട്ട് കാര്യമില്ല, വലിയൊരു വിഷൻ ഉണ്ടായിട്ട് കാര്യമില്ല, എനിക്ക് അങ്ങനെ ആവണം സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. അവിടെ വേണ്ട എന്താണ്? നിങ്ങൾ പണിയെടുക്കാനുള്ള ഒരു മനസ്സാണ്, എഫേർട്ട് എടുക്കാനുള്ള ഒരു മനസ്സാണ്. അതുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങിക്കോടാ, ഒന്നും മേടിക്കാനില്ല. കഴിഞ്ഞ ചെന്നൈയുടെ കട്ട് ഓഫ് വന്നേക്കുന്നത് 71 മാർക്കാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 71 മാർക്ക് മേടിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലേ? പറ്റും. 1.5 മണിക്കൂറാണ് എക്സാമിന്റെ സമയം. അവിടെ എന്ത് ചെയ്യുക? ടോപ്പിക്കുകൾ ഭംഗിയായിട്ട് പഠിക്കുക. അതേപോലെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ കൊണ്ടുവരിക. പുതിയ ടോപ്പിക്കുകൾ പഠിക്കുന്നു, പ്രോപ്പറായിട്ട് റിവിഷൻ കൊടുക്കുന്നു, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു സ്ട്രാറ്റജിയിൽ പോയാൽ മക്കളെ
അടുത്ത വർഷം നിങ്ങൾ വേറൊരു ലെവലായിട്ട് മാറും, ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് മാറും. ഇതുവരെ അനുഭവിച്ച നിങ്ങളുടെ കഷ്ടപ്പാടുകൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ബാക്കിയെല്ലാം അതൊക്കെ അങ്ങ് തീരും. എടാ, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ എന്താണോ ഉള്ളത്? ജസ്റ്റ് ഒന്ന് കണ്ണാടി പോയി നോക്കി. ലൈഫിൽ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലല്ലേ നിങ്ങളിപ്പോ നിൽക്കുന്നത്? തീർച്ചയായിട്ടും ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു 3 മാസം ഇതിന്റെ പുറകെ ഇരുന്ന് പ്രിപ്പയർ ചെയ്താലും ഒന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും താഴേക്ക് പോകാനില്ല. എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക, 3 മാസം മാറ്റി വെക്കുക, പെട്ടെന്ന് ലൈഫ് സെറ്റ് ആയിട്ട് മാറും. അപ്പൊ മക്കളെ, ഇനി ഒന്നും ആലോചിക്കണ്ട, ഇനി പഠിച്ചാൽ ജോലി കിട്ടുമോ കിട്ടത്തില്ലേ അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങളെ മുമ്പിൽ പെട്ടെന്ന് ഈ 3 മാസത്തേക്ക് ഒരവസരവും വരാനില്ല. പഠിച്ചാലും റിസ്ക് എടുത്താലും നഷ്ടപ്പെടാനൊന്നുമില്ല. എന്ത് ചെയ്തോ? നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ, ഇരുന്ന് പഠിച്ചോ, എന്നിട്ട് സ്വപ്നം കണ്ടോ ഈ ജോലി നിങ്ങൾക്കാണ്. പക്ഷെ പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു കാര്യം മറക്കരുത്, ബ്രേക്ക് എടുക്കരുത്. ബ്രേക്ക് എടുത്ത് നിങ്ങൾ ഈ പരുവായി, മടിയായി ഇതാ ഈ പരുവായി, നാളേക്ക് മാറ്റിവെച്ച് ഈ പരുവായി. ഇനി നാളേക്കെന്നൊരു സാധനമില്ല. എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ടും ഒരു 6 മണിക്കൂർ ഇതിന്റെ പുറകെ ഇരുന്നു. അപ്പൊ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ബുക്ക് എടുക്കണം. ഒരു ബുക്ക് എടുത്തിട്ട് ഒരു ബുക്കിന്റെ ഒരു സൈഡിൽ നിങ്ങൾ എഴുതുക, ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. മറ്റൊരു സൈഡിൽ എഴുതുക, ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ എന്റെ ലൈഫിൽ എന്ത് സംഭവിക്കും. എല്ലാ ദിവസവും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് വായിച്ചിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോടാ. ഒരു കാരണവശാലും നിങ്ങൾ ബ്രേക്ക് എടുക്കത്തില്ല. തീ പോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്തോ. അതിനുവേണ്ടി നമ്മുടെ സൂപ്പർ നോട്ട്സ് എല്ലാ സപ്പോർട്ടുമായിട്ട് കൂടെയുണ്ട്. അപ്പൊ നമ്മളൊരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. വെറും 250 പേർക്ക് മാത്രമേ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോടാം. അതിനകത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ക്ലാസ്സസ് കിട്ടും, മലയാളത്തിലും ക്ലാസ്സസ് കിട്ടും. ഇംഗ്ലീഷിലും നോട്ട്സ് കിട്ടും, മലയാളത്തിലും നോട്ട്സ് കിട്ടും. ഞാൻ അതേപോലെ മൈക്രോ നോട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്, 20+ ഫുൾ ടെസ്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ചോദിച്ച ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, മൈക്രോ നോട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്, അതും ഇംഗ്ലീഷിലും മലയാളത്തിലും. ഞാൻ പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6 മണിക്ക് മോട്ടിവേഷൻ സെഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ വിജയത്തിനായിട്ട് എല്ലാ സാധനങ്ങളും ആ ബാച്ചിനകത്തുണ്ട്. അപ്പോൾ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ, പഠിച്ചു തുടങ്ങിക്കോ. ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്ത മക്കളെ, ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ കിട്ടാത്ത ഒറ്റ സാധനം മാത്രമേ ലോകത്തുള്ളൂ, അവസരങ്ങളാണ്. ആ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്തോ, പഠിച്ചോ. അടുത്ത വർഷം ജോലിയിലേക്ക് ഓടിപ്പോക്കോ.